empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശസ്ത പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തത് പുതിയ നിയമത്തിൽ ആദിമ സഭയിൽ ശുശ്രൂഷ ചെയ്തു പോന്ന ഫിലിപ്പിയിലെ സഭയിലെ എവോദിയായെയും സിന്ധിക്കയെയും കുറിച്ചായിരുന്നു. പൗലോസ്ലീഹ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ രണ്ട് സഹോദരിമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച, ഒത്തിരിയേറെ കഷ്ടപ്പെട്ട, എന്ത് പീഡനങ്ങളെയും നേരിടാൻ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന രണ്ട് സഹോദരിമാരായിരുന്നു അവർ. എന്നാൽ അവരുടെ ഇടയിലുണ്ടായ എന്തോ ഒരു വഴക്ക്, എന്തോ ഒരു തർക്കം, അത് എപ്രകാരമാണ് ആ സഭയിൽ തന്നെ വലിയൊരു പ്രശ്നമായി തീർന്നതെന്നും എപ്രകാരമാണ് പൗലോസ്ലീഹയ്ക്ക് അതിൽ ഇടപെടേണ്ടി വന്നതെന്നും എല്ലാം നമ്മൾ കാണുകയുണ്ടായി. പൗലോസ്ലീഹ പിന്നെയും പല ലേഖനങ്ങളിലും നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പര ഐക്യത്തിൽ, പരസ്പര സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്, സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക അഭിപ്രായത്തോടും ഒക്കെ വേണം സഭയിൽ എല്ലാവരും വർത്തിക്കുവാനായിട്ടെന്ന് പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ ദാവീദ് രാജാവിലൂടെയും കർത്താവ് നമ്മോട് പറയുന്നത്. 133 സങ്കീർത്തനം 1 തിരുവാക്യം ഇതുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. തിരുവചനം പറയുകയാണ്, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണെന്ന്. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത്. സഹോദരർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പരസ്പരം ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ ഒക്കെ ഇടയിൽ ഏക മനസ്സോടെ അവർ ആയിരിക്കുമ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. തുടർന്ന് വചനം പറയുന്നുണ്ട്, അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഐക്യത്തിനായിട്ട്, ഈ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, സഭയിലെല്ലാം പരസ്പര ഐക്യം വരുവാൻ, സ്വരചേർച്ചയോടുകൂടി കർത്താവിന് സാക്ഷ്യം നൽകുന്നവരായി നമ്മൾ മാറുവാൻ, ആ ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായി, നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഏക മനസ്സോടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഏക മനസ്സോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. പ്രാർത്ഥിക്കുന്നു ഈശോയേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. അനുഗ്രഹിക്കണേ ഈശോയേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഹല്ലേലൂയ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ എന്നും ഒന്നായി വസിക്കുവാനുള്ള കൃപ, കർത്താവേ, ഞങ്ങളുടെ വ്യത്യാസങ്ങളെ മറന്ന് അങ്ങിൽ ഒന്നായിരിക്കുവാനുള്ള കൃപ പകരണമേ ഈശോയെ. ഞങ്ങൾ തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഐക്യത്തിന്റെ അഭിഷേകം പകരണമേ ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ. കർത്താവേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അങ്ങേരായിരുന്നു മണ്ണിൽ. ഇന്നലെ മിന്നിയ ഉന്നത
ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മണ്ണിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നീശുവേ കൃപയാ. ആമേൻ, ആമേൻ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നീശുവേ കൃപയാ. ഹല്ലേലൂയ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ മറവിൽ ഞാൻ പറയുന്ന കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. തിരു സാന്നിധ്യത്തിൻ മറവിൽ ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഐക്യത്തിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വിട്ടുവീഴ്ചകൾ ചെയ്യുവാനായിട്ട്, എളിമയിലേക്ക് കടന്നു വരുവാനായിട്ട്, ഒന്നായി മുന്നേറുവാനായിട്ട് കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒന്നായി നിന്നുകൊണ്ട് ഐക്യത്തിൽ വ്യാപരിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ ഏക മനസ്സായി വർത്തിച്ചുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ സാക്ഷികളായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുവാനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കണമേ. യേശുപിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഐക്യത്തിന്റെ സാക്ഷ്യങ്ങളായി മാറുവാനായിട്ട്, ഞങ്ങളുടെ സമൂഹം ഐക്യത്തിന്റെ സാക്ഷ്യമായി മാറുവാനായിട്ട് യേശുപിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ ജീവിതത്തിൽ നിന്നാണോ പാഠങ്ങൾ പഠിക്കുവാൻ പോകുന്നത്, അത് നമ്മൾ കണ്ടുമുട്ടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഒരാളെ കുറിച്ചല്ല, ഒരമ്മയെയും അമ്മയുടെ 3 മരുമക്കളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ അവരെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ അവരുടെ പേര് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നില്ല. നോഹയുടെ ഭാര്യയെയും നോഹയുടെ 3 പുത്രന്മാരുടെ ഭാര്യമാരും ഒരമ്മയും ആ കുടുംബത്തിലെ 3 മരുമക്കളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അവരുടെ പേര് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ കാലത്തിൽ ഏറ്റവും വലിയ ഒരു മിഷൻ കർത്താവ് ഏൽപ്പിച്ച ഒരു കുടുംബമായിരുന്നു അത്. ആ കുടുംബം അത് വളരെ വിജയകരമായിട്ട് കർത്താവിന്റെ ഹിതമനുസരിച്ച് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. ആ ഒരു ദൗത്യ നിർവഹണത്തിൽ ഈ അമ്മയ്ക്കും ഈ മരുമക്കൾക്കും ഉണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് നോഹയെ കുറിച്ച് ആദ്യം അല്പം ഒന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം 11-ാം തിരുവാക്യത്തിൽ നോഹ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ നോഹ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധ ഗ്രന്ഥം നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു, എങ്ങും അക്രമം നടമാടി. എങ്ങും അക്രമം നടമാടിയ ഒരു കാലം. കർത്താവ് നോക്കുമ്പോൾ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു എന്ന തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഈ ദുഷിപ്പിന്റെ ഒക്കെ ഇടയിൽ ചുറ്റും തിന്മയാണ്. എന്നാൽ അതിന്റെ ഒക്കെ ഇടയിൽ 8-ാം തിരുവാക്യത്തിൽ കർത്താവ് പറയുകയാണ്,
എന്നാൽ നോഹ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. നമുക്കറിയാം, അതിനനുസരിച്ച് കർത്താവ് നോഹയ്ക്ക് വലിയൊരു മിഷൻ ഏൽപ്പിക്കുകയാണ്. ആ കാലത്ത് പെട്ടകത്തെ കുറിച്ചൊന്നും ആർക്കും അറിയാത്ത ഒരു കാലമാണ്. മഴയില്ലാത്ത ഒരു കാലമാണ്. മഴ എന്തെന്നൊന്നും അവർക്ക് അറിയാത്ത ഒരു കാലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു കാലത്ത് കർത്താവ് നോഹയ്ക്ക് കൊടുത്ത ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു മിഷൻ എന്തായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവാക്യത്തിൽ കർത്താവ് നോഹയോട് ചിലതൊക്കെ പറയുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിന്റെ അകത്തും പുറത്തും കീലു തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. ഇങ്ങനെ അന്ന് വരെ കേൾക്കപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട് കർത്താവ് നോഹയോട് ആവശ്യപ്പെടുകയാണ്. നോഹയോട് മാത്രമല്ല കർത്താവ് അത് പറഞ്ഞത്. നമുക്ക് ആ 18-ാം തിരുവാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ എന്താ തിരുവചനം പറയുന്നത്? എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം, നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. കർത്താവ് ആ കാലത്ത് നീതിമാനായി കറയറ്റവനായി കണ്ടവനായിരുന്നു നോഹ. എന്നാൽ കർത്താവ് നോഹയ്ക്ക് ഒരു മിഷൻ ഏൽപ്പിച്ചപ്പോൾ ആ കുടുംബത്തെ മുഴുവനായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നോഹയുടെ ഭാര്യ, നോഹയ്ക്ക് 3 ആൺമക്കളായിരുന്നു. നമുക്കറിയാം, ഷേം, ഹാം, യാഫെത്ത്. അവർക്ക് 3 പേർക്കും ഭാര്യമാരുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു. അവരെയും കൂട്ടി പെട്ടകത്തിൽ ഇവർ കയറണം എന്ന് പറഞ്ഞു. പെട്ടകത്തിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് അവർ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. 19-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി 2 നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. ഈ ഉത്തരവാദിത്വം ഒക്കെ നോഹയ്ക്കും കുടുംബത്തിനുമായിട്ട് കർത്താവ് നൽകുകയാണ്. വീണ്ടും 21-ാം തിരുവാക്യം. നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം. ഇങ്ങനെ കാര്യങ്ങളെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇത്ര വലിയ വലിയ പെട്ടകമാണ്. നമ്മൾ അതിന്റെ അളവൊക്കെ കേട്ടു. അത്രയും വലിയ പെട്ടകം പണിയുവാനായിട്ട് അതനുസരിച്ച് 3 തട്ടായിട്ട് പണിയണം. കർത്താവ് കൃത്യം അതിന്റെ എല്ലാ ഡയമെൻഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ചെയ്ത് ഈ മൃഗങ്ങളെയൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്നവരെ എന്ന് പറഞ്ഞ പോലെ എല്ലാം അനുസരിച്ച് അവർക്ക് വേണ്ടുന്നതായ ഭക്ഷണങ്ങളെല്ലാം അതിൽ ശേഖരിക്കണം എന്നാ പറയുന്നേ. ഇതെല്ലാം പ്രിയമുള്ളവരെ നോഹയ്ക്ക് തന്നെ കഴിയുന്ന കാര്യമായിരുന്നോ? നോഹയ്ക്ക് ഈ ദൗത്യത്തിന് വലിയ പിൻബലമായിട്ട്, വലിയ സപ്പോർട്ടായിട്ട് കർത്താവ് ഇവിടെ കൊടുക്കുന്നത് നോഹയുടെ കുടുംബത്തെ തന്നെയായിരുന്നു. ആ കുടുംബം ഒന്നിച്ച് കുറെ കാലം തന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. 1-2 ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമൊന്നുമല്ല ഇത്. വളരെ നാളുകളുടെ പ്രയത്നമാണ്. ഇതിനിടയിൽ അവർ നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടലുകൾ നമ്മൾ കണ്ടു. അന്ന് അക്രമം മുഴുവൻ നടമാടുന്ന ഒരു കാലമാണ്. മൊത്തം ദുഷിച്ച ഒരു കാലമാണ്. ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ കളിയാക്കാനും കുറ്റപ്പെടുത്താനും, ഇങ്ങനെ ഈ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കളിയാക്കാനും ഒക്കെ ഒത്തിരി പേരന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവർക്ക് കൺമുൻപിൽ പ്രത്യക്ഷമായിട്ട് ഒന്നും കാണാനില്ല. കർത്താവ് അവർക്ക് നൽകിയ ചില നിർദ്ദേശങ്ങൾ മാത്രം. ഇത് കുടുംബനാഥനായ നോഹ പറഞ്ഞപ്പോൾ നോഹയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ നോഹയുടെ ഭാര്യയ്ക്ക് കഴിഞ്ഞു. നോഹയുടെ ആൺമക്കൾ 3 പേർക്കും കഴിഞ്ഞു. അവരുടെ ഭാര്യമാർക്കും കഴിഞ്ഞു. അവർ ഒരു കുടുംബമായി നിന്നിട്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എന്ത് വില കൊടുത്തും പൂർത്തീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായം 22-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞോ അതെല്ലാം അതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു എന്നാ തിരുവചനം പറയുന്നത്. അത് നോഹയ്ക്ക് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം സപ്പോർട്ട് അതിലുണ്ടായിരുന്നു. ഭക്ഷണം ശേഖരിക്കാനും അത് കൊണ്ടുപോയി ഇന്നിടത്തെല്ലാം കൃത്യമായി വെക്കാനും, അതുപോലെ മൃഗങ്ങളെ ഓരോ മുറികളിൽ കൂടി അവരെ ആക്കാനും എല്ലാം ഒത്തിരിയേറെ പ്രയത്നം ആ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്കത് സാധിച്ചത്?
അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥൻ സേവിക്കുന്ന ദൈവത്തെ അവർ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. കുടുംബനാഥൻ എന്ന നിലയിൽ നോഹ ഒരു കാര്യം പറഞ്ഞപ്പോൾ, കർത്താവിന്റെ അരുളപ്പാടുകൾ, കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പറഞ്ഞപ്പോൾ ആ കുടുംബനാഥനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാര്യയെയും മരുമക്കളെയുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എവോദിയെയും സിന്ധിക്കയെയും കുറിച്ച്, അവിടെ ഏക മനസ്സോടെ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഒരു പൂർത്തീകരണമാണ് ഇവിടെ നോഹയുടെ കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. അവർ ഐക്യത്തോടെ വ്യാപരിച്ചപ്പോൾ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയാണ്. ഈ 8 അംഗ കുടുംബത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പത്രോസ്ലിഹ തന്റെ ലേഖനത്തിലെല്ലാം ആവർത്തിച്ച് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പത്രോസ്ലിഹയുടെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 പത്രോസ് 3-ാം അധ്യായം 20-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് പത്രോസ്ലിഹ എന്താ പറയുന്നത്? ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട, ജലത്തിലൂടെ രക്ഷപ്പെട്ട കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന 8 പേരെ കുറിച്ച്, ആ 8 പേരടങ്ങുന്ന ഐക്യത്തോടെ നിന്ന ആ കുടുംബത്തെ കുറിച്ച് പത്രോസ്ലിഹ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് എടുക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി നമുക്കൊക്കെ ചോയ്സസ് ഉണ്ട്. കർത്താവ് നൽകുന്ന തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് ഭാഗത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു കുടുംബം, അവർക്ക് ഒരു രീതിയിലും അന്നത്തെ ലോകത്തിൻ്റെതായ യാതൊരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഭാര്യയും അവരുടെ മരുമക്കളും അവരൊരു ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്, ഐക്യത്തോടെ നിൽക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും അവരെ അത് ഏശുന്നില്ല. തങ്ങളെ കർത്താവ് ഏൽപ്പിച്ച മിഷനിലേക്ക് മാത്രമായിരുന്നു, അതിന്റെ പൂർത്തീകരണത്തിലേക്കായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. അവരുടെ നോട്ടം അതിലേക്ക് മാത്രമായിരുന്നു. ആ അമ്മയുടെയും മരുമക്കളുടെയും ഒരു കൂട്ടായ്മ, ആ ഒരു ഐക്യം, അതാണ് ആ കുടുംബത്തെ കർത്താവിന് ഉപയോഗിക്കുവാൻ വലിയൊരു കാരണമായി തീർന്നത്. ഇതുപോലെ നമുക്കറിയാം നവോമിയെയും റൂത്തിനെയും കുറിച്ച്. ആ ഒരു അമ്മയും മരുമകളും അവരെപ്രകാരമാണ് ഒന്നായി നിന്നുകൊണ്ട് കർത്താവിനെ പ്രതി, കർത്താവിന്റെ നാമത്തെ പ്രതി തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചതെന്ന് നമുക്കറിയാം. കുടുംബത്തിൽ ഒറ്റക്കെട്ടിന്റെ ആ ഒരു ഐക്യത്തിന്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ മാത്രമേ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെതായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ നോഹയുടെ ഭാര്യയെ കുറിച്ച്, അവരുടെ ആൺമക്കളുടെ ആ ഭാര്യമാരെ കുറിച്ച് 5 തവണയോളം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും കർത്താവ് എന്താ എടുത്തു പറയുന്നേ? നിന്റെ ഭാര്യയെയും മക്കളെയും അവരുടെ ഭാര്യമാരെയും, അങ്ങനെ വീണ്ടും വീണ്ടും 5 പ്രാവശ്യത്തോളം കർത്താവ് എടുത്തെടുത്ത് ഇവരുടെ പ്രസക്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ വഹിച്ച ആ പങ്ക്, ആ ദൗത്യ നിർവഹണത്തിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു പ്രിയമുള്ളവരെ. അപ്പോഴാണ് നോഹയ്ക്ക് ഉറപ്പോടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുവാൻ വലിയ ശക്തിയായിട്ട് അവന്റെ കുടുംബം മാറിയത്. നമുക്കറിയാം ജോഷുവയെ കുറിച്ച്. ജോഷുവയുടെ പുസ്തകത്തിലും ഇതുപോലെ തന്നെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഓപ്ഷൻ, ചോയ്സ് അതെന്തുമായിക്കൊള്ളട്ടെ, ജോഷുവ ഉറപ്പോടെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവാക്യത്തിൽ എന്താ ജോഷുവ ലോകത്തോട് വിളിച്ചു പറയുന്നത്? കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമ്മൂര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവേൻ. ഇവിടെ ജോഷുവ ഇസ്രായേൽ ജനത്തോട് മുഴുവൻ പറയുകയാണ്, അവിടെ വലിയൊരു തെറ്റ് സംഭവിച്ചപ്പോൾ, കർത്താവിൽ അവർക്ക് ഒന്നായി നിൽക്കാൻ സാധിക്കാത്തപ്പോൾ ജോഷുവ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നതെന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളുക. തൊട്ടടുത്ത വാക്യത്തിൽ വളരെ ഉറപ്പോടെ ധൈര്യത്തോടെ ജോഷുവ പറയുന്നത് എന്താണ്? ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. കർത്താവിനെ സേവിക്കും. ജോഷുവ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അവന് ഉറപ്പുണ്ടായിരുന്നു തന്റെ കുടുംബം തന്നോട് ചേർന്ന് കർത്താവിനെ സേവിക്കുമെന്ന്. താൻ എന്ത് തീരുമാനിച്ചാലും കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി എന്ത് നടപടി എടുത്താലും തന്റെ കുടുംബം തന്നോട് ചേർന്ന് നിൽക്കുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് ജോഷുവ ഇതുപോലെ ഉറപ്പോടെ വിളിച്ചു പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. നിങ്ങൾക്ക് എന്തുമാകാം, എന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കർത്താവിനെ സേവിക്കും, ഞങ്ങൾക്ക് വേറൊരു തീരുമാനമില്ല എന്ന് തൻ്റെ കുടുംബത്തെ ഒന്നടക്കം നിർത്തിക്കൊണ്ട് ജോഷുവ പറയുകയാണ്. ഇത് തന്നെയാ നോഹയെ നമുക്ക് കാണിച്ചു തരുന്നത്. നോഹ ഉറപ്പോടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ എന്ത് തീരുമാനിക്കണോ എൻ്റെ കുടുംബം കർത്താവിനെ പ്രതി എന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്.
നോഹയുടെ ഭാര്യയും അവന്റെ ആൺമക്കളുടെ ഭാര്യമാരും എല്ലാം ആ അമ്മായപ്പനോട് അല്ലെങ്കിൽ തന്റെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുകയാ. എത്രയോ ഐക്യപ്പെട്ട ഒരു കുടുംബം. അവർ ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. ലോകത്തിൽ അന്ന് അവരുടെ കാലത്ത് ഒന്നും കേട്ടറിവില്ലാത്തൊരു കാര്യം, മറ്റാരുടെയും സപ്പോർട്ട് ഇല്ലാത്തൊരു കാര്യം, അവർ ഒന്നായി നിന്ന് അത് പൂർത്തീകരിക്കുകയാ. ഈ സ്ത്രീകൾ, ഇവർ 4 പേരും രംഗത്തേക്ക് വരുന്നതായി അല്ലെങ്കിൽ അവരുടെ പേര് പറയുന്നതായി നമുക്ക് അറിയത്തില്ല. നോഹയെ നമുക്കറിയാം, നോഹയുടെ 3 ആൺമക്കളെ അറിയാം, ഷേം, ഹാം, യാഫത്ത്. എന്നാൽ ഈ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഈ മരുമക്കളെ കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ അവർ വഹിച്ച പങ്ക് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ പെട്ടകത്തിൽ അതെല്ലാം ചിട്ടയോടെ വെക്കണമെങ്കിൽ, ക്രമത്തോടെ വെക്കണമെങ്കിൽ ആ സ്ത്രീകളുടെ പങ്ക്, ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പങ്ക് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒക്കെ കഴിഞ്ഞു വലിയ ഫ്ലഡിന്റെ കാലം. ആ ഒരു സമയത്ത് എത്രയോ നാളാണ് ആ പെട്ടകത്തിൽ അവർ ഒഴുകി നടന്നത്. വേറെ ഒന്നുമില്ല, ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ പെട്ടകത്തിൽ അതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും? നോഹയും ആൺമക്കളും. അവർക്ക് വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ ഈ സ്ത്രീകളുടെ പങ്ക് നമ്മൾ മനസ്സിലാക്കണം. ബിഹൈൻഡ് ദ സീൻസ് അവർ ചെയ്ത വലിയ, കർത്താവിന് ചെയ്ത ആ വലിയ ശുശ്രൂഷ, കർത്താവിന്റെ ദൗത്യത്തിന് അവർ നൽകിയ ഒരു സപ്പോർട്ട്. എല്ലാം കഴിഞ്ഞ്, ഫ്ലഡ് എല്ലാം കഴിഞ്ഞു, അവർ പുറത്തേക്ക് ഇറങ്ങി. ലോകത്ത് ഒന്നുമില്ല, ആരുമില്ല, ഇവർ മാത്രം. അവിടെയും ആ ഒരു കുടുംബം ആ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോഴെല്ലാം ഈ സ്ത്രീകൾ വഹിച്ച ഒരു വലിയ പങ്കുണ്ട് പ്രിയമുള്ളവരെ. ഇവർ കർത്താവിന് വേണ്ടി തങ്ങളുടെ ഭർത്താക്കന്മാരോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്താവ് വീണ്ടും വീണ്ടും എപ്പോഴും പറയുകയാണ്, നോഹയോട് എന്ത് പറഞ്ഞാലും ഭാര്യയെയും മക്കളെയും അവരുടെ ഭാര്യമാരെയും കൂട്ടുക, അവരെ പെട്ടകത്തിൽ കയറ്റുക. എപ്പോഴും കർത്താവ് അത് ആവർത്തിക്കുകയാണ്. കർത്താവ് അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ മുമ്പോട്ട് വന്ന് ലീഡർഷിപ്പിൽ അല്ല ചെയ്യുന്നത്, ബിഹൈൻഡ് ദ സീൻസ് കർത്താവ് ഏൽപ്പിച്ചതെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തില് 15-ാം അധ്യായം 58-ാം തിരുവചനത്തില് ഇതുമായി ബന്ധപ്പെട്ട് പൗലോസ്ലീഹ നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. അതിനാൽ എന്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതുപോലെ കർത്താവിൽ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പൗലോസ്ലീഹ തന്റെ സഭയോട് പറഞ്ഞ അതേ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കി കാണിക്കുകയാ. അവരുടെ ജോലി നിഷ്ഫലമല്ലെന്ന ഒരു ബോധ്യമാണ് അവരെ സ്ഥിരചിത്തരായിട്ട്, ദൃഢചിത്തരായിട്ട് നിർത്തിയിട്ടുണ്ടാവുക. അവരുടെ ജോലി എന്ത് തന്നെ ആയാലും അതിൽ ഉറപ്പോടെ നിൽക്കാനുള്ള ഒരു കൃപ അവർക്കുണ്ടായിരുന്നു. മറ്റുള്ളവർ കാണുന്നുണ്ടോ, മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ നോഹയുടെ പെട്ടകം പൂർത്തീകരിക്കപ്പെടുകയില്ലായിരുന്നു. അവരെല്ലാവരും കർത്താവിൽ ഒന്നായി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ മനോഭാവം എന്ന്, മറ്റുള്ളവരെ കാണിക്കാനായി, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 4-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് നമുക്കൊരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ് പ്രിയമുള്ളവരെ. മറ്റാരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, മറ്റാരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിന്റെ അടുക്കൽ അതെല്ലാം കാണുന്നുണ്ട്. പിതാവ് അതിനെല്ലാം നമുക്ക് പ്രതിഫലം നൽകുമെന്നാ പറയുന്നത്. ഇവിടെ നോഹയുടെ ഭാര്യയെ കുറിച്ച്, അവൾ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമുക്കറിയത്തില്ല. ആ മരുമക്കൾ 3 പേരും അമ്മയോട് ചേർന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവരെ അതുകൊണ്ടാണ് കർത്താവ് ഓരോ വാക്യത്തിലും അവരുടെ പേര് എടുത്തു പറഞ്ഞ് അവരെ ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ടില്ലെങ്കിലും, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അതെല്ലാം കാണുന്ന, രഹസ്യങ്ങൾ അറിയുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവ് തീർച്ചയായിട്ടും
പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ആ ഒരു സന്തോഷത്തോടെ, അതിലുള്ള ആ ഒരു ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം പ്രിയമുള്ളവരെ. കർത്താവിന്റെ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, കുടുംബത്തിലുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ കാണുന്നില്ലെന്ന് വെച്ച്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവാണ് അതെല്ലാം കാണുന്നത്. രഹസ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കർത്താവ് അതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ആ ഒരു ഉറപ്പോടെ, ആ ഒരു ആനന്ദത്തോടെ നമുക്കായിരിക്കാം. കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ, കുടുംബത്തെ കർത്താവിൽ പണിതുയർത്തുവാൻ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ ചെയ്യുവാൻ, സന്തോഷത്തോടെ ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ആനന്ദത്തിന്റെ അഭിഷേകത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഏറ്റു പറയുന്നു കർത്താവേ, ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആമേൻ, ആമേൻ. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. സന്താപമേറുമീ ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങയോട് കൂടെയുള്ള വാസമാണ് കർത്താവേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആനന്ദം എന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ആ ഒരു ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള കൃപ മറ്റാർക്കും തട്ടിയെടുക്കാൻ സാധിക്കാത്ത, മറ്റാർക്കും അഫക്ട് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു ആനന്ദത്തിലേക്ക് കർത്താവേ ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിലത്രേ. ഏറ്റു പറയുന്നു കർത്താവേ, തന്നിടും നീ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നു മുന്നീനും മുട്ടില്ലാത്ത വണ്ണം. ഹല്ലേലൂയ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിലത്രേ. തന്നിടും നീ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നു മുന്നീനും മുട്ടില്ലാത്ത വണ്ണം. ഹല്ലേലൂയ. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഏറ്റു പറയുന്നു ഈശോയെ, ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. സന്താപമേറുമീ ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഈശോയെ, നന്ദി പറയുന്നു. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. നന്ദി ഈശോയെ. എന്ത് സന്തോഷമാം പുതുജീവിതം. ഞങ്ങൾ ഏറ്റു പറയുന്ന എന്ത് കർത്താവേ, സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങിൽ ആനന്ദിച്ചുകൊണ്ടുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിൽ കൂടുതൽ ആഴപ്പെടുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അതിനായി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ആയിരിക്കുകയാണ്. അങ്ങ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആനന്ദത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നോഹയുടെ ഭാര്യയിലൂടെ, ആ മരുമക്കളിലൂടെ കർത്താവ് നൽകിയ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. പിന്നാമ്പുറങ്ങളിൽ നിന്ന് കർത്താവിന് ഉറപ്പോടെ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലത്തിൽ മാത്രമായിരിക്കട്ടെ നമ്മുടെ നോട്ടം. മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ, പ്രശസ്തി, ഇതൊന്നും
കർത്താവിൻ്റെ മക്കൾക്ക് ആവശ്യമില്ല. കർത്താവ് നൽകുന്ന ആനന്ദം, അതിൽ ആനന്ദിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.